ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്ലേസ്മെൻറ്റിലേക്ക് ആവശ്യം വരുമോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പം നമ്മൾ പഠിക്കുന്ന ഭയങ്കര ആവശ്യമില്ലാത്ത കുറേ ചവർ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ എന്നാലും അതിൽ ആവശ്യം വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കുറേ മാത്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതൊന്നും നമുക്കൊരു പ്ലേസ്മെൻറ്റ് വ്യൂ പോയിന്റിൽ അധികം ആവശ്യം വരില്ല. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഫുൾ ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതൊന്നും പ്ലേസ്മെന്റ് വ്യൂ പോയിന്റിൽ ആവശ്യമില്ല. മാത്സ് നമുക്ക് +1 +2 നമ്മളൊക്കെ കുറെ ബേസ് കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നല്ലോ. ഇപ്പം ഒരു 2 ട്രെയിൻ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോയി, ഒരു ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ട് വേറെ ട്രെയിനിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആപ്റ്റിറ്റ്യൂഡിന് പ്ലേസ്മെന്റ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഇയർ കോർ സബ്ജക്ട് കുറെ പഠിക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ S1 ബേസിക് ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്സ്, അങ്ങനത്തെ കുറെ സബ്ജക്ട് ഒക്കെ പഠിച്ചായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ നല്ലോണം പ്ലേസ്മെന്റിൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ അത് നമുക്ക് ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ പോലും നമ്മളോട് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. നമ്മളിപ്പോ കോർ കമ്പനി, ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് കമ്പനിയിൽ പോകുമ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ ഭയങ്കര ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോസ്ഫെറ്റ് എന്താണ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, അങ്ങനെയൊക്കെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന മിക്ക കാര്യങ്ങളുമാണ് നമുക്ക് ഇന്റർവ്യൂ വ്യൂ പോയിന്റിൽ ആവശ്യമുള്ളത്. പിന്നെ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ഈ സബ്ജക്ട്സ് എല്ലാം നിങ്ങൾക്ക് S6 S8 കോംപ്രഹെൻസീവ് വൈവ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്. അത് 50 മാർക്കിൽ നമുക്ക് 25 പാസ്സാവാൻ വേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ബേസ് ആണ് ഈ ഒരു സബ്ജക്ട്. എല്ലാ സബ്ജക്റ്റ് ഒന്നും പറയുന്നില്ല, ഒരു 5 സബ്ജക്ട്, അത് നമ്മുടെ കോർ സബ്ജക്ട്സ് ആയിരിക്കും. S1 S2 S3 S4 S5 ഈ ഒരു 5 സെമ്മിലെ കോർ സബ്ജക്ട് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സബ്ജക്ട് ആണ് ഈ കോംപ്രഹെൻസീവ് വൈവ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സബ്ജക്ട് നമ്മളുടെ ബിടെക്കിൽ ഇട്ടേക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്. നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലർക്കും അറിയണമെന്നില്ല. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്ജക്ട് ഹയർ സെമ്മിൽ എത്തുമ്പം ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണ്ട. നമ്മളിപ്പോൾ പഠിക്കുന്ന കോർ സബ്ജക്ട്സിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മൈൻഡിൽ വെക്കണം. കാരണം അത് നമുക്ക് ഇന്റർവ്യൂ വ്യൂ പോയിന്റിൽ ആവശ്യമുള്ളതാണ്. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.